അമ്മയുടെ ആ ക്രിസ്മസ് നൈറ്റ് എങ്ങനെയുണ്ട്? മധുരമുള്ള വട്ടയപ്പത്തെ പോലെ തന്നെ രുചികരമാണ് മധുരമില്ലാത്ത വട്ടയപ്പം. നല്ല തണുപ്പ് സമയത്ത് ഇതുപോലെ ഒരു സീൻ കാണാൻ തന്നെ നല്ല രസം. ഫിസിക്കലി ബീഫ് വളരെ റഫാണ്, വളരെ ടഫാണ്. മുമ്പ് പറഞ്ഞ മറ്റു ചേരുവകൾ വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ടാം സ്ഥാനമേ ഉള്ളൂ ബീഫിന്റെ മപ്പാസിന്. അപ്പൊ ആ ജനനം അറിയിച്ച മാലാഖ തന്നെ പറയുന്നത് നല്ല രസം ക്യാമറയിൽ അത് കാണാൻ. പിന്നെ ആരാ മേടിച്ചെന്ന് പറഞ്ഞ ഇവിടെ എന്റെയൊക്കെ ക്രിസ്മസിന് എങ്ങനെയാണെന്നറിയോ? ബാല്യം മരണം നമുക്ക് എപ്പോഴാ നമ്മുടെ മുമ്പിൽ വന്നേന്ന് അറിയില്ല. നമ്മൾ ഒരേ ഐറ്റം എടുക്കണം. അതെ, അപ്പൊ അത് നിലനിൽക്കും. അതാണ് ഇന്നത്തെ ക്രിസ്മസ് മെസ്സേജ്. തൈരിന്റെ ടെക്സ്ചർ കാണിച്ചു കേട്ടോ. ഇവിടെ പാലോറി ഒഴിക്കുന്ന കേട്ടോ. അപ്പൊ ക്രിസ്മസ് ലഞ്ച് ഓണാവുകയാണ്. ഒരു കാര്യം അതിനകത്ത് പ്രത്യേകം പറയാനുണ്ട്. നമ്മുടെ ഈ റണ്ണറാണോ ബ്രേക്ക്ഫാസ്റ്റിന് ഇട്ട റണ്ണറാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറയണേ. ഈ ഏപ്രിൽ കെട്ടുമ്പോ നല്ല ഭംഗി ക്യാമറയിൽ. അത് നീ തലേ തൊപ്പി വെക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ക്രിസ്മസ് ഡേ ആണ്. 9:15 രാവിലെ. അമ്മയുടെ ആ ക്രിസ്മസ് നൈറ്റ് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. അല്ല ഞാൻ നൈറ്റി മാറിയില്ല കേട്ടോ. കാലത്തെ പരിപാടി കഴിഞ്ഞ് നൈറ്റി മാറിയില്ല. ഉച്ചത്തേക്ക് വേറെ ഡ്രസ്സൊക്കെ മാറി നിക്കാൻ കേട്ടോ. രാവിലെ ആയതുകൊണ്ട് ഇച്ചിരി ബിസി അല്ലേ എപ്പോഴും വീട്ടമ്മമാര്. അപ്പൊ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായി. അതെ, കഴിക്കാൻ തുടങ്ങുവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നോക്കിക്കോളൂ. എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ? ഒരു മധുര സന്തോഷ സൂചകമായി മെലഡിയാന്ന് തോന്നുന്നു. നോക്കട്ടെ, മെലഡിയുടെ കൂടെ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ. അത് ക്രിസ്മസിന്റെ പ്രതീതി ഉണർത്തണം. ഞാൻ ആ അപ്പൂപ്പനെ ട്രീന്ന് എടുത്തോണ്ട് വന്നത് തൽക്കാലത്തേക്ക് അപ്പൊ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചതാണത്. പിന്നെ മധുരമില്ലാത്ത വട്ടയപ്പം വിത്ത് ബീഫ് മപ്പാസ്. ബീഫ് ആട്ടോ, ചിക്കൻ അല്ല ഇത്തവണ. ചിക്കൻ ന്യൂ ഇയറിനായിരിക്കും, ടർക്കി ആയിരിക്കും ന്യൂ ഇയറിന്. നല്ല മണമന്നുണ്ട്. കറിയുടെ മണം വരും. പിന്നെ ഇത് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞ പോലെ സാന്റാ പ്ലേറ്റിൽ വട്ടയപ്പം വെച്ചിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുണ്ടല്ലേ ആ പ്ലേറ്റിൽ വെച്ചപ്പോ. ഞാനത് വെച്ചപ്പോ ഇങ്ങനെ സെന്ററിൽ ഒരെണ്ണം വെച്ചു. പിന്നെ ഞാൻ അപ്പ അങ്ങ് മാറ്റി. സെന്ററിൽ വെക്കുമ്പോ ഇത് കാണാൻ പറ്റൂല. അപ്പൊ എന്നോട് പറഞ്ഞിങ്ങനെ അകത്തി ഇതിങ്ങനെ വലിച്ചു അങ്ങോട്ട് നീക്കി വെക്കപ്പോ സെന്റർ കാണാൻ പറ്റൂളെന്ന്. പിന്നെ ഞാൻ സാധാരണ പ്ലേറ്റിൽ ഒരെണ്ണത്തിൽ അപ്പുറം വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റീൽ പ്ലേറ്റിൽ ഞാൻ എടുത്തോണ്ട് വന്നോളാം കഴിക്കാൻ. പിന്നെ കൊച്ചുമോനും അശ്വിനും കൂടെ വന്നപ്പോ കൊണ്ടുവന്ന പാരഗണിലെ കേക്ക്, ഹെറിറ്റേജ് കേക്ക് അല്ലേ, ആ കേക്ക്. അത് കാപ്പി ആയില്ല കേട്ടോ. കാപ്പി ചൂടോടുകൂടി അന്നേരം കുടിക്കാനേ എടുക്കുള്ളൂ. അപ്പൊ നമ്മള് ഇപ്പൊ തുടങ്ങിക്കോ, ഞങ്ങൾ എടുക്കാം. പുഴുങ്ങിയെടുത്ത മധുരമില്ലാത്ത വട്ടയപ്പം പാത്രത്തോടു കൂടി പച്ചമീൻ എടുത്തോണ്ട് വന്നാട്ടോ. ചൂടാറിയതാട്ടോ. ഇന്നലെ അടുപ്പത്ത് വെച്ചേക്കണമെങ്കിൽ നിങ്ങൾ കണ്ടല്ലോ, നൈറ്റിൽ ചൂട്ടായിരുന്ന. ചുടുവല്ല, പുഴുങ്ങിയായിരുന്നു. അപ്പൊ ഒരെണ്ണം കട്ട് ചെയ്യാതെ വെച്ചിരിക്കുന്നതാണ്. പിന്നെ കട്ട് ചെയ്തത് വേറെ പ്ലേറ്റിൽ ഇരിക്കണം. ഓക്കെ, തുടങ്ങാം. പീസും കൂടെ വെക്കുന്നിട്ട് ആദ്യം ഒരു പീസ് കഴിച്ചിട്ട് അപ്പൊ വേറെ പീസ് എടുക്കാന്നാണ്. ചൂടുണ്ടല്ലോ പിടിക്കാൻ. നല്ല ചൂടാണല്ലോ. നല്ല ചൂട് വേണം. അഭിപ്രായം പറഞ്ഞാൽ കഴിച്ചേച്ചു. മധുരമില്ലാത്ത വട്ടയപ്പം സാധാരണ പതിവില്ലാത്തൊരു പലഹാരമാണ്. എല്ലാവരും മധുരമുള്ള വട്ടയപ്പമാണ് പതിവ്. പക്ഷെ മധുരമുള്ള വട്ടയപ്പത്തെ പോലെ തന്നെ രുചികരമാണ് മധുരമില്ലാത്ത വട്ടയപ്പം. നമ്മുടെ ഈ വട്ടയപ്പം കള്ളൊഴിച്ചുണ്ടാക്കിയതാണ്. അതിന്റെ ആ ഒരു മണം നമുക്ക് നമ്മുടെ കൂട്ടുകാരെ അനുഭവിപ്പിക്കാൻ നിവൃത്തിയില്ല. എന്നാലും അത്യാകർഷകമാണ് അതിന്റെ ആ കള്ളൊഴിച്ച വട്ടയപ്പത്തിന്റെ ആ മണം. അതിന്റെ കൂടെയുള്ള കോമ്പിനേഷൻ ബീഫ് മൊപ്പാസ് ആണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറച്ചി അപ്പത്തിന്റെ കൂടെയുള്ള മറ്റ് കറികൾ വെച്ച് നോക്കുമ്പോൾ, അതായത് മട്ടൺ സ്റ്റൂ 1 നമ്പർ, 2 ചിക്കൻ സ്റ്റൂ, വെജിറ്റബിൾ സ്റ്റൂ, പിന്നെ ഫിഷ് മോളി. 4 കൂട്ടങ്ങളാണ് സാധാരണ അപ്പത്തിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് 4ഉം വെച്ച് നോക്കുമ്പോൾ താഴെ ഗ്രേഡിലാണ് ബീഫ് ഉള്ളത്. കാരണം ബീഫിന്റെ ഇറച്ചി തന്നെ വളരെ റഫ് ആൻഡ് ടഫാണ്. അത് എപ്പോഴും റോസ്റ്റിനാണ് അത് കൂടുതലായിട്ട് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്.
അത് നന്നായിട്ട് കടിച്ച് തിന്നുന്ന ഒരു ഇറച്ചിയുമാണ്. പക്ഷെ അതിൻ്റെതായ വേറിട്ട രുചിയുണ്ട്. പക്ഷെ ബേസിക്കലി ബീഫ് വളരെ റഫാണ്, വളരെ ടഫാണ്. അപ്പൊ അത് റോസ്റ്റ് ചെയ്യുന്ന രൂപത്തിലാണ് കൂടുതൽ ആകർഷകമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതാണ് നല്ലത്. മുമ്പ് പറഞ്ഞ മറ്റു ചേരുവകൾ വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ടാം സ്ഥാനമേ ഉള്ളൂ ബീഫിന്റെ മപ്പാസിന്. പക്ഷെ ഒരു വെറൈറ്റി എന്ന നിലയിലാണ്. അപ്പൊ ഇന്നത്തെ ക്രിസ്മസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഈ ഒരു ഐറ്റം വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ തുടങ്ങുന്നത്. ക്രിസ്മസ് നമുക്കറിയാം ലോകം മുഴുവനും ആഘോഷിക്കുന്ന ഒരു വലിയ ഉത്സവമാണ് ജീസസ് ക്രൈസ്റ്റിന്റെ ജനനം. അപ്പൊ ആ ജനനം അറിയിച്ച മാലാഖ തന്നെ പറയുന്നത് സന്തോഷത്തിന്റെയും സന്മനസ്സുള്ളവരുടെ സമാധാനത്തിന്റെയും പ്രതീകമാണ് ക്രിസ്മസ് എന്നുള്ളതാണ്. അത് ഇന്നും വളരെ പ്രസക്തമാണ്. ക്രിസ്മസ് സന്തോഷവും സമാധാനവും ഒരുപോലെ സമ്മേളിക്കുന്ന ഒരു ആഘോഷമാണ് ക്രിസ്തുവിന്റെ ജനന ദിവസമായ ഇത്. അപ്പോൾ ഈ ആഘോഷ ദിവസം ഞങ്ങളും എല്ലാ പ്രേക്ഷകർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ക്രിസ്മസ്, അതോടൊപ്പം തന്നെ ഒരു ന്യൂ ഇയറും ആശംസിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നല്ല രസമുണ്ടല്ലേ അത് ആ പ്ലേറ്റിൽ വെച്ചിട്ട്. മീതെ ഇരിപ്പുണ്ട്. നല്ല ബീഫ് പെർളനല്ലേ ഇത്? പെർളന മപ്പാസ് എന്ന് പറയാൻ പറ്റൂല. സ്വല്പം തേങ്ങാപ്പാല ചേർത്തിട്ടുള്ളൂ. ഒന്നാം പാലാ കുറുകിയേ. പെർളന മപ്പാസ് ആകുമ്പോൾ മൈൽഡായിട്ടിരിക്കൂലേ, ഇത് മതി. ഇത് ബീഫ് പെർളൻ, നോട്ട് മപ്പാസ്. രണ്ടുപേരും കൂടെ കറി അങ്ങ് തീർത്തോട്ടോ. ഇനി കറി വെച്ചേക്കണ്ട, റോസ്റ്റ് ഉണ്ട് ഉച്ചക്ക്. വെള്ളമാണെങ്കിൽ ഇവിടെ കുപ്പിയിലിട്ടോടെ ഹെർബാൻ്റെ ഞാൻ പറഞ്ഞില്ല അത് വെക്കാം. ക്രിസ്മസ് ആയിട്ട് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? അമ്മയുടെ ഏപ്രൺ കലക്കിട്ടോ, നന്നായിട്ട് ക്യാമറ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല രസം ക്യാമറയിൽ അത് കാണാൻ. പിന്നെ ആരാ മേടിച്ചോണ്ട് വന്ന? ഇവിടെ ആരാ മേടിച്ചോണ്ട് വന്ന? രണ്ട് ആരാ ഏപ്രൺ കെട്ടിയേക്കണം? അവളെ കൊടു മാർക്ക്. അതെ അല്ലേ? അതെ. എന്റെയൊക്കെ ക്രിസ്മസിന് എങ്ങനെയാണെന്നറിയോ ബാല്യം? ചെറുപ്പത്തിൽ അവിടെ ക്രിസ്മസിന് അന്നത്തെ കാലത്ത് എല്ലാ വീടുകളിലും അങ്ങനെയാ. കള്ളപ്പവും കോഴിയിറച്ചി, പാല് പിഴിഞ്ഞ്. നാടൻ കോഴിയാണോ? നാടനാ. ഇത് അങ്ങനെയാണ് കാലത്തത്തെ പരിപാടി. പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്കും പൊത്തറച്ചിയൊക്കെ ഉണ്ടാവും. പൊത്തറച്ചിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അതൊക്കെ അന്നാ മേടിക്കണത്. ഈ വെട്ടണ സ്ഥലത്ത് പോയി മേടിച്ചുകൊണ്ട് വന്ന് അതൊക്കെ ഉണ്ടാക്കി ഉലർത്തി മീൻ തലേദിവസം വെച്ച് വയ്ക്കും. അതും കുട്ടികളെ ഊണ. പിന്നെ ഉലാത്ത നടന്നു സുരേഷ് അച്ഛന്റെ വീടാ തറവാടേ. അത് കഴിഞ്ഞിട്ട് നേരെ കുഞ്ചാച്ചന്റെ വീടാ. ചുറ്റിക്കറങ്ങി. അപ്പൊ ചിലപ്പോ കുഞ്ഞുമ്മ ചാച്ചന് പറയും, ഇപ്പൊ എന്തിനാണ് മുള്ളൂട്ടി പോണേ, ഇവിടെ ഞാൻ ഇരുന്ന് വർത്താനം പറയാനാ. ചിലപ്പോ വൈകുന്നേരം അവിടെ ആയിരിക്കും. അങ്ങനെ ചുറ്റിക്കറങ്ങി അതിലേക്ക് നടന്ന് കുടുംബത്തിലേക്ക് പോരും. നമ്മുടെ വീടുകൾ മാത്രമല്ല ലൈനില്ല. അന്ന് വീടുകളും കുറവല്ലേ. പിന്നെ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ബാല്യകാല ക്രിസ്മസ്. മറ്റേ പ്ലേറ്റ് ഇട്ട് വെക്കണോപ്പേ. ഇതിനകത്ത് ഇത്രയും ഭംഗിയാണ് അറിഞ്ഞില്ല. അപ്പൊ ഒരു കഷ്ണം കേക്ക് കൂട്ടല്ലേ ലാസ്റ്റ് എടുക്കാം അല്ലേ? തേങ്ങാപ്പൊട്ടിട്ടാ റോസ്റ്റ് വെട്ടി വെച്ചപ്പോ ഇങ്ങനെ വെക്കുമ്പോ ശരിക്കും മസാല വേണം, അല്ലെങ്കിൽ ചുവയുണ്ടാവൂല. എടി കറിയുടെ ചാറെടുത്തോട്ടെ. ഇനി പൊട്ടറില്ല. ഇപ്പോൾ ക്ലിയറായി കാണുമല്ലോ. ഞങ്ങളെല്ലാവരും റൈറ്റ് ഹാൻഡ് വെച്ചിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. വീഡിയോ എടുക്കുമ്പോൾ ആ സെൽഫി ഇമേജിൽ മിറർ ഇമേജായിട്ട് കാണുന്നതുകൊണ്ടാണ് കേട്ടോ. നല്ല കിടിലം വട്ടയപ്പ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസങ്ങളാവട്ടെ, നന്മ നിറഞ്ഞ ദിവസങ്ങൾ ഉണ്ടാകട്ടെ, ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ. ഒരുപാട് പേർക്കുടെ ലൈഫിലുണ്ടാവും. 1-2 സബ്സ്ക്രൈബേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിലൊക്കെ മരണം ഉണ്ടായതുകൊണ്ട് അവർക്ക് ഈ വർഷം ക്രിസ്മസ് ഇല്ല. ഈ ലേറ്റസ്റ്റ് ഈ മാസം തന്നെയാണ് നമ്മൾ മരിച്ചിരിക്കുന്നത്. അപ്പം അവർക്ക് വേണ്ടി നമുക്ക് അവരുടെ
ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കിപ്പോൾ അതിലേ ചെയ്യാൻ പറ്റുള്ളൂ. മരണം നമുക്ക് എപ്പോഴാണ് നമ്മുടെ മുമ്പിൽ വന്നേന്ന് അറിയില്ലല്ലോ. അപ്പം അവരുടെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ഇത്രയല്ലേ ചെയ്യാനുള്ളൂ. പിന്നെ ഈ വർഷം അങ്ങനെ കടന്നു പോണു 2024. ഈ വർഷങ്ങളിലുണ്ടായ നഷ്ടങ്ങളെല്ലാം നികത്താൻ അടുത്ത വർഷം ദൈവം നമുക്ക് അവസരം തരട്ടെ. നല്ല പുതുവർഷം ആരംഭിക്കട്ടെ അല്ലേ. അമ്മച്ചൊരു പ്ലേറ്റ് അന്നത്തെ അതെ 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 ഒരു കപ്പുണ്ട്. അപ്പൊ പിന്നെ കുഴയുള്ള എപ്പോഴും നിപ്പുണ്ടതാ. അതെ അങ്ങനെയല്ല കൊണ്ടേ കൊടുത്തതല്ല. അമ്മച്ചിക്ക് ശിവരാത്രിക്ക് പോയപ്പോ അമ്മച്ചിയുടെ ചേച്ചി ലേല തന്നാന്ന് അമ്മച്ചി അവിടെ ചെന്നപ്പോ. ശിവരാത്രിക്ക് മേടിച്ചാടി കുഞ്ഞുകൊണ്ട് കൊണ്ടോക്കൂടി എന്ന് പറഞ്ഞു. അന്നത്തെ കാലം അല്ലേ. അതെ അല്ല അന്ന് ഇങ്ങനെയൊക്കെയുള്ള ഇതിലേ കിട്ടുള്ളൂ ഇതൊക്കെ. എടി ഒരു മഗ്ഗുണ്ട്, നീ കണ്ടിട്ടില്ലേ? ആ മെലിസെഫിൽ ഇരിപ്പുണ്ട് കുഴയുള്ള. ഞാനത് നനക്കാതെ അവരുടെ ഒരു പ്രഷ്യസായിട്ട് സൂക്ഷിച്ച സാധനം. അപ്പം നല്ല സൂപ്പറായിരുന്നു. ഇന്നലെ ചുട്ടപ്പഴി നീ പറഞ്ഞല്ലോ. ഇനി ഒരെണ്ണം കട്ട് ചെയ്യാത്തതുകൊണ്ട് കട്ട് ചെയ്ത് കുറെ ഇരിപ്പുണ്ട്. അവിടെ ഇരുന്നോട്ടെ കാപ്പി. ഞാൻ അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. പാലപ്പായിരിക്കും. പാലപ്പവും സ്റ്റൂ ഒരുപാട് പേർക്ക് ഉണ്ടാവും. ഞാൻ ഇത്തവണ പാലപ്പത്തിൽ നിന്നൊരു ചേഞ്ച് എടുത്തേണ്ടെന്ന് പറയുന്നു. അപ്പൊ പറഞ്ഞു മധുരയില്ലാത്ത വട്ടയപ്പം ഉണ്ടാക്കാതെ ഒരു വെറൈറ്റി ആവട്ടെ എന്ന്. ഞങ്ങൾ ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായി അതെ 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 ശരിയാ ബ്രേക്ക്ഫാസ്റ്റിന് അതെ മധുരയില്ലാത്ത വട്ടയപ്പം അല്ലേ. പിന്നെ നമുക്കില്ലേ മാവിരിക്കുന്നതുകൊണ്ട് ഒരു ദിവസം പാലപ്പം ഉണ്ടാക്കണം. പാലപ്പം ഉണ്ടാക്കണം. ന്യൂ ഇയറിന്റെ പുളിച്ചേപ്പം രണ്ടും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് ടർക്കി മേടിച്ചിട്ടുണ്ട്, ചിക്കനും. ടർക്കി നന്നായി വേവിക്കേണ്ടി വരും അവര് പറഞ്ഞു. എല്ലാം നന്നായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട് ഇന്ന്. നല്ല തണുപ്പ് സമയത്ത് ഇതുപോലൊരു സീൻ കാണാൻ തന്നെ നല്ല രസമാണ്. ഈ സീൻ നിന്റെ കോഫി ഞാൻ എന്റെ എടുത്തോണ്ട് വരട്ടോ. പത കോഫി. അപ്പ അവിടെ പതയില്ലാത്ത എടുക്കണ്ട. ഇവിടെ വെക്കട്ടെ. എല്ലാം അലങ്കൂലപ്പെട്ട് കിടക്കും കേട്ടോ കാരണം. അങ്ങനെ ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇനി അടുത്തത് എന്താണ് എന്ന് ആലോചിച്ചിരിക്കുക. അത് നടക്കണ്ട്. ഈ മാറ്റി തന്നെ ഇരുന്നോട്ടെ. കേക്ക് ഇവിടെ ഇരുന്നാൽ അതങ്ങ് തിന്നു പോകും കേട്ടോ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി എന്നാ പരിപാടി? ആ മിറ്റത്തേക്ക് നോക്ക് പാത്രം വെച്ചേക്കണം. ബ്രേക്ക്ഫാസ്റ്റിന്റെ പാത്രമൊക്കെ ഉണക്കുക. ഉച്ചത്തേക്ക് റൈസ് വിസിലടിപ്പിച്ച് വെച്ചു. 12:30 ആകുമ്പോഴേ വാർക്കോളൂ. ഫിഷ് കറി ഇരിപ്പുണ്ട്. ബീഫ് ഫ്രൈ ഇരിപ്പുണ്ട്. ഇനി ഫിഷ് ഫ്രൈ എടുക്കണം. പിന്നെ 1-2 വേറെ ഐറ്റവും കൂടെ ഉണ്ട്, അത് കാണിക്കാം. ടർക്കി ഇന്നല്ല അല്ലേ? ടർക്കി ന്യൂ ഇയറിന് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഏതായാലും എല്ലാ ഐറ്റവും കൂടെ ഒന്നിച്ചെടുത്ത് അത് വേണ്ട, ആവശ്യമില്ല. അത് ആർഭാടാവും നമ്മളെ സംബന്ധിച്ച്. അത് ചെയ്യണവരുണ്ടാവും, നമുക്ക് അതിന് പ്രശ്നമില്ല. നമ്മൾ ഒരേ ഐറ്റം എടുക്കണം. അപ്പൊ അത് നിലനിൽക്കും. അതാണ് ഇന്നത്തെ ക്രിസ്മസ് മെസ്സേജ്, ഇന്നത്തെ സന്ദേശം, എന്റെ സന്ദേശം. പിന്നെ അത് ഓരോരുത്തർക്ക് ഒരേ കാഴ്ചപ്പാടിൽ ഓരോരുത്തർ ഒരു രീതി ചെയ്യുന്നതിന് നമുക്ക് അവരെ ഒന്നും വിമർശിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കിച്ചണിൽ നമ്മൾ ചെയ്യണ കാര്യം നമ്മൾ പറഞ്ഞു. ഒരു നോൺ വെജ് ബീഫുണ്ട്. പിന്നെ രാവിലെ ബീഫ് കറി ആയിരുന്നു, ഉച്ചത്തേക്ക് ബീഫ് ഫ്രൈ ആണ്. ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും ഉണ്ട്. മോർ ദാൻ ഇനഫ്, ലാവിഷ അല്ലേ. പിന്നെ ടർക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവള് ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ട്. അത് രണ്ടും ഒരേ ദിവസങ്ങളിലായിട്ട് എടുക്കും. ടർക്കി എടുക്കണ ദിവസമായിരിക്കും മിക്കവാറും ന്യൂ ഇയറിന്റെ സ്പെഷ്യൽ അപ്പം. പ്രാവശ്യം വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പം, എങ്കിലും പുതിയ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അത് ചെയ്യാം. ഓക്കെ, വെയിലത്ത് വെക്കട്ടെ. പാത്രം ഉണക്കി വെക്കണം. അതാ വലിയ വെയിലില്ല അല്ലേ ഇന്ന്? വെയിലില്ല, എന്നാലും കുഴപ്പമില്ല. തണുപ്പങ്ങ് മാറണേ ഉള്ളൂ. ശരിയാതല്ലേ? 10:45-11 തണുപ്പിന്റെ ഒരു ഇതുണ്ട് നമുക്ക്. അതെ, വെയിൽ ഉദിക്കുമ്പോ ചൂട് കിട്ടണ്ടല്ലേ. അപ്പൊ ഇന്ന് ക്രിസ്മസ് പ്രമാണിച്ച് എവിടെയാ പോണേ? കാലൊക്കെ കഴുകിയോ? നീറ്റായോ?
ഒരു വിധം. നല്ല വെയിലാ. അമ്മ ഇന്ന് ടർക്കി എടുക്കണില്ലെന്നാ പറഞ്ഞേ. ഇന്നിപ്പോ ചിക്കനൊക്കെ ആണല്ലോ, ബീഫൊക്കെ ഉണ്ടല്ലോ. അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് ന്യൂ ഇയറിന് എടുക്കാന്ന് പറഞ്ഞു. ന്യൂ ഇയർ ഡിഷ്. അതെ, ന്യൂ ഇയറിനും വേണമല്ലോ എന്തെങ്കിലും. ഈ സീറ്റ് കുത്തുകൂട്ടില്ല, ഇതാ കളഞ്ഞാക്കട്ടെ. അതെന്നാ ഇത് കണ്ടില്ല ഇങ്ങനെ ഇരിക്കുന്നു. അത് മോശമല്ലേ കളഞ്ഞ? മറ്റേ സീറ്റാ എനിക്കിഷ്ടം, ഒറിജിനൽ. ഇത്രയും കയറി പറഞ്ഞതൊക്കെ വെച്ചോണ്ട്. അപ്പൊ നമ്മുടെ കറികളൊക്കെ റെഡിയായി തുടങ്ങി. ആയിക്കൊണ്ടിരിക്കട്ടെ. ഇതിങ്ങടെ വറുത്ത് തീർക്കണം. ആദ്യം വലിയ തവ എടുത്തപ്പോഴേ കൂടുതലാന്ന് തോന്നി. വലിയ തവ ചെറുതിൽ ഒതുക്കാന്ന് തോന്നി. നോക്കിയപ്പോ പീസ് വെച്ച് കഴിഞ്ഞപ്പോ ചെറുതിൽ പറ്റണില്ല, ഒതുങ്ങൂല. അപ്പൊ എന്നാന്നോ ഗ്യാസ് 2 പ്രാവശ്യം. അത് നോക്കിയിട്ട് കാര്യമില്ല. ഇനിയിപ്പൊ അങ്ങനെ ആയിപ്പോയി. ഇതിലിട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പിന്നെ അത് മാറ്റാനൊന്നും പറ്റില്ല. മടി, സ്ഥായിയായ മടി കേട്ടോ. അപ്പൊ അത് അടുപ്പത്തിരിക്കണം. ഇത് മുഴുവൻ വറുത്തെടുക്കണം. പിന്നെ ദേ ബീഫേ ഞാൻ ഇന്നലെ ഉലർത്തി വെച്ചതേ. അടിപൊളി. ഇത് കൊറേ ഉണ്ടല്ലോ. 1.5 കിലോ മേടിച്ചായിരുന്നു. ഇത് മൈക്രോവേവിലേക്ക് വെച്ചാൽ ചൂടാക്കി എടുക്കാം. ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഫ്രിഡ്ജിൽ ഇരുന്നതാട്ടോ, ഇന്നലെ ഉലർത്തി വെച്ചതാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് അങ്ങ് വെക്കാം ചൂടാക്കാൻ കേട്ടോ. ഇതങ്ങ് വെച്ചേച്ച് വരട്ടെ എന്നാ. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കട്ടെ, ഞാൻ കാണിച്ചേക്കാം. ദേ കോവയ്ക്ക മെഴുക്ക് വരട്ടി. ചതച്ച മുളകിട്ടത് കൊണ്ടാട്ടോ ആ നിറത്തിലിരിക്കണേ. പറ്റിച്ച കോവയ്ക്കൊന്നും അല്ല, മെഴുക്ക് വരട്ടി തന്നെയാണ്. ക്രഷ്ഡ് ചില്ലി. അതുകൊണ്ടല്ലേ ക്രഷ്ഡ് ചില്ലി. അത് തുമ്മല് വന്നിട്ടാ അങ്ങനെ. അതെ. പിന്നെ നമ്മുടെ സ്ഥായിയായ സ്വന്തം മീൻകറി. അതെ, അതും ഉണ്ട്. മതി ഊണിന്. ഊണ് ബട്ട് ഗ്രാൻഡ്. ഇത്രയല്ല, സാലഡ് ഉണ്ട്. ഇത് അമ്മ സ്പെഷ്യൽ. നാരങ്ങ നീര് ഒഴിച്ചോ? എല്ലാം സെറ്റാക്കി. അപ്പൊ ഇനി ഡൈനിങ് ടേബിളിൽ കാണാം. ഓരോന്നോരോന്ന് നമുക്ക് എടുത്ത് വെക്കാം. നല്ലത്. സാലഡ് അങ്ങ് ഇടട്ടെ. പിന്നെ നാരങ്ങ നീര് ഒഴിച്ചത് കൊണ്ട് ഞെരടി വെച്ചിരുന്നോണ്ട് അതിന്റെ സ്വല്പം ജ്യൂസ് പോലെ ഇറങ്ങിയേക്കണം. ടൊമാറ്റോയുടെ നാരങ്ങയുടെ എല്ലാത്തിൻ്റെയും കൂടെ ഒന്ന് സവോള അരിഞ്ഞിട്ട് ഉപ്പ് പുരട്ടി വെച്ച് നമ്മളൊന്ന് പിഴിഞ്ഞ് കളയും. എന്താന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കുത്തലുണ്ടാവും, ആ കുത്തല് പോവാൻ വേണ്ടിട്ടോ. അപ്പൊ ഈ സാലഡ് ആദ്യം അങ്ങ് എടുത്ത് വെച്ചു. ഇതിന്റെ ഇടയ്ക്ക് മീനൊന്ന് മറിച്ചൊന്ന് നോക്കട്ടെ കേട്ടോ. നമ്മുടെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്ന കണ്ടോ, ഫുൾ ഓൺ ക്രിസ്മസ് തീമിലാണ്. ഫുൾ ക്രിസ്മസ് തീമിലാ. ഞാൻ ഓർത്തു അമ്മയത് വേറെ ഒരു കളർ ഇടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ഓർത്തു. വേണ്ടോ, ഇതാണ് ഫുൾ ഡൈനിങ് ടേബിൾ അറേഞ്ച്മെന്റ്. ഇനി ഇതിലേക്ക് നമ്മൾ ഓരോന്ന് വെക്കാൻ പോവാണ്. ഈ ടേബിൾ റണ്ണർ ഉണ്ടല്ലോ, ഈ ടേബിൾ റണ്ണർ ഡബിൾ സൈഡഡ് ആണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തെ സൈഡ് റെഡ് കളറാ. അപ്പം ഞാൻ ഓർത്തു ഇപ്പോൾ ഈ വൈറ്റ് മിക്സ് വരുന്നത് ഇടാന്ന് ഓർത്തു. കാരണം അതാണ് ഭംഗി അതിന്. അതവർക്ക് അറിയാം, കഴിഞ്ഞ വീഡിയോയിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതെ, എന്തൊക്കെ കറി ഉണ്ടെങ്കിലും അപ്പയ്ക്ക് ഒഴിക്കാനായിട്ട് എന്തെങ്കിലും മോരുകാച്ചോ അല്ലെങ്കിൽ മാങ്ങ എന്തെങ്കിലും ഒരു ചാറ് വേണം. അപ്പം ഇന്ന് മീൻകറിയുടെ ചാറ് കൊഴുത്തു പോയതുകൊണ്ട് അത് അങ്ങനെ ചാറായിട്ട് ഒഴിക്കാനില്ല, ചോറില്ല. അപ്പം ഞാനും ഓർത്തു നാം ഒഴിച്ച് വെച്ചേക്കണ തൈരുണ്ടല്ലോ, അത് ഇച്ചിരി കടുക് കൂട്ടിക്കാന്ന്. അതായാലും മതി. ബാക്കി കറികളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒഴിക്കണം. എനിക്ക് അങ്ങനെ യാതൊരു നിർബന്ധമില്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പം നമുക്ക് ഇച്ചിരി തൈരെടുത്തൊന്ന് കടുക് പൊട്ടിക്കാം. ജസ്റ്റ് ഒന്ന് കടുക് പൊട്ടിക്കരുതേ. തൈരിന്റെ ടെക്സ്ചർ കാണിച്ചു കേട്ടോ. ഇവിടെ പാലോറി ഒഴിക്കുന്ന കേട്ടോ. അടിപൊളി അടിപൊളി. തൈര് പുഡിങ് പോലെ ഇരിക്കുന്നു. അത്ര എടുത്താൽ മതിയായിരിക്കും. യോഗർട്ട് അധികം പുളിയില്ല കേട്ടോ. ഞാൻ ഫ്രിഡ്ജിട്ട് വെച്ചേക്കട്ടെ. ആയിക്കോട്ടെ. വെല്ലിപ്പ കൂമ്പൊടിച്ച് വെച്ചിരുന്നത്. ഇത് കൊറേ ഉണ്ടല്ലോ. വാഴ കൂമ്പുണ്ട്, വാഴപ്പിണ്ടി, വാഴയും കൂടെ വാഴയുടെ. അപ്പൊ പോയി ചോറെടുക്കട്ടെ കേട്ടോ. നമ്മുടെ ക്രിസ്മസ് ട്രീ. ഈ ഏപ്രിൽ കെട്ടുമ്പോ നല്ല ഭംഗി ക്യാമറയിൽ. അത് ഏപ്രിലിന്റെ ഭംഗി എന്നാന്നറിയാമോ? മേടിച്ച ആൾക്ക് കലാപരമായിട്ടുള്ള സൗന്ദര്യം ഉണ്ട്. ഇട്ടയാളുടെ സൗന്ദര്യം, കെട്ടിയ ആളുടെ. നിങ്ങൾ പറയാട്ടോ ഈ ഏപ്രിൽ എങ്ങനെയുണ്ടെന്ന്. ഈ മേശയിലെ പൊക്കത്തിലുള്ള ഒരു ടേബിളാണ്.
2 തട്ടായിട്ട് വിത്ത് വീൽസ്. അത് നല്ല. എന്നിട്ട് നമ്മളിപ്പോ കറി ഉണ്ടാക്കുമ്പോ വേണ്ട സാധനങ്ങളൊക്കെ ഇല്ലേ, വെളിച്ചെണ്ണ മറ്റത് മരച്ചതൊക്കെ, ആ ടേബിൾ ഞാൻ വലിച്ചു വെക്കുക. അതിൽ നിന്ന് ഓരോന്ന് എടുത്ത് ഇതെല്ലാം ഒഴിച്ചിട്ട് ഇത് വെച്ച് കഴിഞ്ഞിട്ട് ആ ടേബിൾ ഒന്ന് മാറ്റി വെച്ചേക്കാം. അത് നല്ലതാ. ചോറ് ഇടിയടി വെക്കണ്ട, ഇവിടെ വെക്കാം. ടേബിൾ മാറ്റുകളുണ്ടോ? അവള് നേരത്തെ കൊച്ചേ, നീ തലേ തൊപ്പി വെക്കണ്ടോ? ആ എന്നാ തട്ടിക്കോട്ടോ. നമ്മുടെ ഈ റണ്ണറാണോ ബ്രേക്ക്ഫാസ്റ്റിന് ഇട്ട റണ്ണറാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറയണേ. അത് വേണേ ഇച്ചിരി നീക്കി വെച്ചു. ആ മിഠായി, ചോക്ലേറ്റ്സ്. അപ്പൊ ക്രിസ്മസ് ലഞ്ച് ഇന്ന് ഓണാവുകയാണ്. ചോറ്, വെളാമീൻ വറുത്തത്, വെച്ചത്, ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റ്, ഏതെങ്കിലും കോവയ്ക്ക, മെഴുക്ക് വരട്ടി. ആ അതെ, തൈര് സ്പൂൺ ഇട്ടില്ലേ? തൈര് കടുക് പൊട്ടിച്ചോ? ആ തൈര് കടുക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കറിയായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് കടുക് പൊട്ടിക്കുമ്പോ ഈ കറി ചാറുകറി ഇല്ലാത്തോണ്ട്. അമ്മച്ചിടിയാണ് ഇവിടെ വന്ന് ഞാൻ പഠിച്ചത്. ചോറിട്ടെ ഒരു കാര്യം അതിനകത്ത് പ്രത്യേകം പറയാനുണ്ട്. ഈ സാധാരണ ഒരു തൈരാണെങ്കിലും അതിൽ കടുക് പൊട്ടിച്ചിട്ട് കഴിയുമ്പോൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കറിയായിട്ട് രൂപാന്തരപ്പെടുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഈ ഉള്ളിയും ഇതും എല്ലാം കൂടെ മൂപ്പിച്ചിട്ട് കഴിയുമ്പോൾ വെരി ടേസ്റ്റി. ഞാൻ റൈസ് കട്ടർ എടുത്താലേ തണ്ടിന് നീളം പോർക്ക് വേണി വെച്ചോ? ആ വെക്കാം. പിന്നെ പിന്നെ റൈസ് കട്ടർ എടുക്കുമ്പോഴേ എനിക്കിങ്ങനെ സ്പൂണിന് അതിന്റെ തണ്ടിന് നീളം കുറവായതുകൊണ്ട് ഞാൻ ഈ എനിക്ക് ഞാൻ കലത്തിൽ നിർത്തുന്നോ? ഏഹേ, കൂടുതലുള്ളതുകൊണ്ടാണോ? യെസ്, കൂടുതലുള്ളതുകൊണ്ടാണ്. ബീഫ് ഡീപ്പ് ഫ്രൈ ആട്ടോ, പെരളനല്ല, തേങ്ങാക്കൊത്ത. ആ എനിക്ക് ഇഷ്ടമാണ് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടുള്ള ഡീപ്പ് ഫ്രൈ. നെയ്യ് ഇച്ചിരി കുറവാ. എനിക്ക് ഇച്ചിരി സോഫ്റ്റ് ഫ്രൈ ഇഷ്ടം. എപ്പോഴും സോഫ്റ്റ് അല്ലേ നമ്മൾ ചെയ്യാറ്. ഇനി വെളാമീൻ ഫ്രൈ. വെളാമീൻ ഫ്രൈ ചെയ്യണതും ഉപ്പിന്റെ മേലെ നീ വെക്കണേ. വെളാമീൻ ഫ്രൈ ചെയ്യണതും വെക്കണതും ഒരുപോലെ രുചികരാ. ഫ്രൈ ചെയ്യണതും വെക്കണതും ഒരുപോലെ രുചികരമായിട്ടുള്ള മീനുകൾ സത്യത്തിൽ വളരെ കുറവാ. അപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടം തൈര് കടുക് പൊട്ടിച്ചത്. അത് നന്നായി ഒഴിക്കണം. അല്ല, അപ്പയ്ക്ക് ഒഴിക്കാൻ വേണം. മീൻ വറുത്തതിന്റെ കൂടെയുള്ള ബെസ്റ്റ് കോമ്പിനേഷനാ തൈര് കടുക് പൊട്ടിച്ചത്. മെഴുക്ക് പുരട്ടി അതൊരു വെജിന്റെ പേരിന് വേണ്ടി മാത്രം ചെയ്താട്ടോ. ക്യാമറയിലെല്ലാം ക്യാപ്ചറിങ് ആട്ടോ. മറയില്ല. അതെ, ഉപ്പ് സൈഡിലുണ്ടേ. ഇപ്പടെ പറഞ്ഞ ഉപ്പ് സൈഡില് ഞാൻ തന്നെ ഇട്ട ചൈലേക്ക് മീൻ കൊണ്ട് വെച്ചാൽ നിന്റെ ഇതിലേക്ക് ചോറ് വെക്കുക. ചോറ് കുറച്ച് മതിയേ. അപ്പയ്ക്ക് മീൻ വറുത്തത് വേറെ എടുത്തോട്ടോ. ഞാൻ ഒരെണ്ണങ്ങ് വെച്ചെന്നേ ഉള്ളൂ. കാരണം വെച്ചത് ഇതുള്ളതുകൊണ്ട് അപ്പൊ ഇപ്പൊ ഇച്ചിരി എടുക്കുള്ളൂ. എനിക്ക് ടാക്കറ്റ് നെയ്യില്ലാത്ത ബീഫ് നോക്കി ഇത്തവണ മേടിച്ചേക്കണേ അല്ലേ? കഴിഞ്ഞ തവണ നെയ്യുള്ളത് മേടിച്ചിട്ട് നമ്മൾ വിഷമിച്ചു പോയി. നെയ്യ് കോരി മാറ്റി. ആ മതി മതിയില്ല. നല്ല വെളാമീൻ മുളക് ചാറ് കൊഴുത്തതാ. എനിക്ക് വേണ്ട, കഷ്ണം എടുക്കണ്ട കേട്ടോ. ഇച്ചിരി ഒഴിക്കാൻ വേണമെങ്കിൽ. മീൻ വറുത്തത് വളരെ വെളാമീൻ വറുത്താൻ നല്ലതാണല്ലോ. ഈ മീൻ വറുത്തതിന്റെ കൂടെ സാലഡ് നല്ലതാണ്. അത് നല്ല മീൻ വറുത്തെടുത്തോട്ടോ. ഞാൻ ഒന്ന് വെച്ചെന്നേ ഉള്ളൂ. അപ്പൊ എൻ്റെ ലഞ്ച് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എൻ്റെ അമ്മയുടെ ലഞ്ചും ഇവിടെ സെറ്റാണ്. അപ്പ കഴിച്ചോണ്ടിരിക്കുന്നു. അപ്പയുടെ കഴിച്ചു തീരാറായി. ഈ അപ്പ ഒന്നോടെ എടുക്കും റൈസ്. സ്റ്റാർട്ട് ചെയ്യാം. ഇത് ചുമ്മാ കടുക് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഉടനെ അതൊരു കറിയായി മാറും. ശരിയാണ്. അതൊക്കെ കുഴക്കിയിട്ടില്ലേ? കുഴക്കണ്ട എനിക്ക്. അങ്ങനെ ഞാൻ കഴിച്ചോണ്ടിരിക്കുവാണേ. പുളിയെ തീയില്ല. ഇതിനകത്തുള്ള പുളി ആകാം. ഇത് പുളിയുണ്ടോ? ഉദ്ദേശിച്ച് അധികം പുളി ഇരുന്ന അതങ്ങ് തീർത്തോ. ഇച്ചിരി പുളി കുറഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞാൽ തൈരാവൂലല്ലോ, കുറയായി പോകും. നല്ല പാകം. എല്ലാത്തിനും ഓരോരോ രീതികളുണ്ട്. ഇതിന് പുളിയുണ്ട്, ഇച്ചിരി കൂടി ആവാം. ഇച്ചിരി കൂടി ആയാലും അപകടമില്ല. അതെ, ചോറും തൈരും കൂട്ടി ഉണർന്നതിന്റെ രുചിയില്ല. വേറെ ഒന്നിനും കിട്ടൂല. അതില്ല. കാരണം ബിരിയാണിക്കൊക്കെ ഉള്ള ഒരു പ്രധാന പ്രശ്നം ഒരു മട്ടിപ്പുണ്ടല്ലോ.
അത് ഒരു നേരമൊക്കെ കഴിക്കാൻ പറ്റും നെയ്യുടെ അല്ലേ? ഒരു ചേഞ്ച്. ഒരു നേരമൊക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി വേണേലും നമുക്ക് കഴിക്കാം, എത്ര ഇത് വേണേലും കഴിക്കാം. നോ മട്ടിപ്പോ എന്നും ചോറല്ല എപ്പോഴും ചേഞ്ചോ വിശേഷ അവസരത്തിൽ അപ്പൊ അധികം കഴിക്കണ്ട ബിരിയാണി കഴിക്കുമ്പോഴേ. കഴിക്കണ്ട, ഒന്ന് മേടിച്ചാൽ 2 പേർക്ക് കഴിക്കാം. മട്ടിക്കണമുണ്ട്. എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാൻ, ഇപ്പം ഞാൻ ജസ്റ്റ് എന്നാ നമ്മുടെ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ ഒരു സ്ഥിരം കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നൊരു ആ കുട്ടിയുടെ രോഗാവസ്ഥ കേട്ടപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പുള്ളിക്കാരി ഇത്രയും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നത് മനസ്സിലായപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഈ അവസ്ഥയിലും പുള്ളിക്കാരി വീഡിയോ കാണുകയും പോസിറ്റീവായിട്ട് ഓരോ കമൻറ്റ് തരികയും ചെയ്തത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, എങ്കിലും വളരെ ഇതായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. വളരെ നല്ല പോസിറ്റീവ് എനർജി ഞങ്ങൾക്കും ഫീൽ ചെയ്തു കേട്ടോ. ഇനിയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു രോഗാവസ്ഥ വരുമ്പോൾ ദൈവം ഓരോന്നും നമ്മളിൽ കണ്ടിട്ടാണല്ലോ നമുക്ക് ഓരോ ഇത് വന്നപ്പോൾ വേറെ വേറെ കഴിവുകൾ ദൈവം തരട്ടെ. ഇതുപോലെ ഇത് കാണാനും ഇതിനുള്ള എല്ലാ അവസരവും ദൈവം തരട്ടെ കേട്ടോ. വളരെ സന്തോഷം. നന്നായിട്ട് ക്രിസ്മസൊക്കെ ഊണ് കഴിഞ്ഞ് വിശ്രമിക്കുമായിരിക്കും അല്ലേ? അപ്പം എല്ലാവർക്കും ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ള വിവരം കേട്ടോ. സാരമില്ല, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാവരുടെയും വക ക്രിസ്തുമസ് ആശംസകൾ നേർന്നു കൊള്ളുന്നു. നല്ല രുചിയോ വെള്ളാമിമാർക്കും. ക്രിസ്മസ് ദിവസം രാത്രി 8:45 നൈറ്റ്. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് തകർത്തു, ലഞ്ച് തകർത്തു, ലഞ്ച് മിനിമം, ബ്രേക്ക്ഫാസ്റ്റ് തകർത്തു. ഇനി ഡിന്നർ തകർക്കാൻ പോവാ. തകർക്കലില്ല, അതെ. മേടിച്ച ചപ്പാത്തിയാണ്, ഹാഫ് കുക്ക് ചപ്പാത്തി. അതെ. അപ്പൊ അതൊന്ന് ചൂടാക്കുക, കൊമള പൊങ്ങിയേക്കണോ. അതിന്റെ കൂടെ ബീഫ് ഫ്രൈയും, ബീഫ് ഡീപ് ഫ്രൈയാ, അതും ഫിഷ് ഫ്രൈ, അതെ. സാലഡ് എടുക്കുമ്പോ കാണിക്കാവേ. പിന്നെ എന്നാ വേണ്ട, സാലഡ്. ഇത്രയാണ് കറി. അതോടുകൂടി ഇന്നത്തെ ക്രിസ്മസ് ദിനം അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. വീണ്ടും നമുക്ക് നാളെ തുടങ്ങാം. അതെ, നാളെ നമ്മൾ പുതിയ അധ്യായമായി വീണ്ടും രംഗത്ത് വരികയാണ്. 2 ദിവസത്തേക്ക് ഞാൻ പറഞ്ഞത് ഒരു ഗ്യാപ്പ് എടുക്കാനുള്ളൂ. അതെ, ക്രിസ്മസ് സീരീസ് കഴിയാതെ നമുക്ക് എടുക്കാൻ പറ്റില്ല അല്ലേ? അത് കഴിഞ്ഞ ഇടയ്ക്ക് ഗ്യാപ്പ് വരും. കാരണം ക്രിസ്മസ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് ആ സമയം കഴിയണതിന് മുമ്പ് നമ്മൾ ഇടണം. ക്രിസ്മസിന്റെ വൈബ് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിസ്മസ് സീരീസ് ഇട്ടിട്ട് കാര്യമില്ല. അപ്പൊ ആ വൈബിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ ഇട്ട് തീർക്കണം. അത് ഇന്നത്തെ വീഡിയോ ഇപ്പൊ വരും. ഇപ്പൊ വരുമൊന്നുമില്ല, ഇന്ന് വരും. വോയിസ് ഓവർ കൊടുക്കാൻ പോണേ ഉള്ളൂ. കാരണം കണ്ടമാനം വർക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ കാണുന്ന സമയത്ത് അതൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നെ വർക്ക് കണ്ടമാനം ഉണ്ടായിരുന്നതെല്ലാം വീഡിയോയിൽ എടുക്കേണ്ടി വന്നു. ടേബിളൊക്കെ പിന്നെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കും. അത് കൂടാതെ കുറെ ഷോർട്സ് ഇത് വീഡിയോയിൽ ഡിലേ ആവുന്നതുകൊണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഇന്ന് ഫുൾ ഡ്യൂട്ടി ആയിരുന്നു. അപ്പൊ ഇന്ന് രാത്രിയിൽ എപ്പോഴെങ്കിലും വരുമെന്ന് എന്നോട് പറഞ്ഞു. അതിന്റെ അകത്തളത്തിൽ നടന്നുകൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് നല്ല ശാരീരിക ക്ഷീണമുണ്ട്. അതെ, അതും പറയാലോ. ചപ്പാത്തിയും നല്ല പച്ചക്കറി സാലഡ്, ക്യാരറ്റ്, സവോള, ടൊമാറ്റോ കേട്ടോ, ഓണിയൻ സാലഡ് എന്ന് പറയാം. ഇനി ബീഫ് തവണ ബീഫ് റോസ്റ്റ് ആട്ടോ. സാധാരണ ബീഫ് ചാറുകറി ആക്കാറുണ്ട്, തവണ റോസ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചു. ബീഫിന്റെ ഇങ്ങനത്തെ റോസ്റ്റ് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യണേ. അത് അന്നേരം സാലഡ് വേണം കേട്ടോ. ഇത് ഇങ്ങനെ റോസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും സാലഡ് വേണം. എനിക്ക് ഇങ്ങനത്തെ റോസ്റ്റാ കൂടുതൽ ഇഷ്ടം, ചാറിനേക്കാൾ കൂടുതൽ. ഇത് റോസ്റ്റ് എന്ന് പറയാൻ പാടില്ല കേട്ടോ, ബീഫ് ഫ്രൈ. ഓ, അല്ലാണ്ട് റോസ്റ്റ് അല്ല. റോസ്റ്റ് മറ്റേ പെരണ്ടിരിക്കും. സ്വല്പം മസാല കൂട്ടിയിടും. റോസ്റ്റ്. ഇത് നമ്മുടെ ഫ്രൈ. അപ്പോൾ തിരുത്തിയതായി പ്രഖ്യാപിക്കുമല്ല, തിരുത്തണം. അതെ, വാക്കുകൾ മാറിപ്പോരുതല്ലോ. ചപ്പാത്തി ഇനി കയറ്റി വെക്കട്ടെ കേട്ടോ, ഇടാൻ പറ്റില്ല. ആഴി വറക്കുക. ഊണ് കഴിഞ്ഞ് കഴിക്കാൻ ഇഷ്ടംപോലെ പഴം, ഏത് വേണേലും. റോബസ്റ്റ് ഇരിപ്പുണ്ട്, പാളയക്കോടൻ ഇരിപ്പുണ്ട്, പിന്നെ ഓറഞ്ച് ഇരിപ്പുണ്ടോ?
ധാരാളം. ഇനി കൊണ്ടുവന്ന ഓറഞ്ച്. ഓക്കെ, പിന്നെ അപ്പയ്ക്ക് എടുക്കാം, അമ്മയ്ക്ക് എടുക്കാം, എനിക്കും എടുക്കാം. ഇത് എൻ്റെ ആട്ടോ. എൻ്റെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു ചപ്പാത്തി. അമ്മ കഴിച്ചോ? അമ്മ എന്നാ കഴിക്കണേ, ചോറാണോ ചപ്പാത്തിയാണോ? അപ്പം അമ്മ കഴിക്കണ എടുക്കാട്ടോ. എടുത്തോണ്ട് പോകുമ്പോൾ ഞാനങ്ങ് കൊണ്ടുവരാം. എൻ്റെ നേരെ എടുത്താൽ മതി. എടുത്തോണ്ട് അമ്മ എൻ്റെ കൂടെ കഴിക്കാനിരുന്നതാണോ? അത് ഞാൻ ഏതായാലും ചപ്പാത്തി എടുക്കാൻ വരണ്ടേ. കൊള്ളാം. ചെന്നിട്ട് അടുക്കള കൂട്ടി കെട്ടണം. ഇന്ന് ക്രിസ്മസ് ആയിട്ട് വളരെ ബിസി ഡേ ആയിരുന്നു. അതെ, ഫ്രീയോ ടൈം അല്ലേ? എല്ലാവരും അവധി ആഘോഷിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ടൈം ഇതുപോലുള്ള വിശേഷ അവസരങ്ങളിലായിരിക്കും. ഇറച്ചി വേണ്ടാത്തോണ്ടാട്ടോ ഞാൻ എടുക്കാത്ത. ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഇഷ്ടം പോലെ ഷോർട്സ് ഇന്ന് വന്നിട്ടുണ്ട്, അതായത് ക്രിസ്മസ് ഡേയിൽ കേട്ടോ. ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. ക്രിസ്മസ് ഡേയുടെ കാര്യമാണ് പറഞ്ഞേ. അപ്പം അതിൽ അമ്മ പുതിയ നൈറ്റ് ഇട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ നോക്കിയപ്പോൾ ശരിയാ, അമ്മ പുതിയ നൈറ്റ് അതിനകത്ത് ഇട്ട് കണ്ടില്ല. ന്യൂ ഇയറിനിടാം. തിരക്ക് വന്നപ്പോഴേ മറന്നു പോയതാട്ടോ. പിന്നെ ഏപ്രിൽ ഉണ്ടായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. പലവിധ തിരക്കുകളായിരുന്നു, അറിയാലോ, പറഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. അതെ, ടൈം ഈസ് ഓവർ. എല്ലാവരും കഴിക്കുക. അപ്പം കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ നല്ലൊരു ക്രിസ്മസ് ദിവസം അവസാനിക്കുകയാണ്. ഇനി ഇത്തരത്തിലുള്ള അലങ്കാരങ്ങളൊക്കെ, അതായത് ഈ ഡെക്കോറൊക്കെ ഇല്ലേ, കളർ ബൾബുകളൊക്കെ അടുത്ത വർഷമല്ലേ ഇടാൻ പറ്റുള്ളൂ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. എങ്കിലും അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്ന ശുഭപ്രതീക്ഷയാണുള്ളത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്. നല്ല ദിവസങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ കേട്ടോ. ബൈ, ടേക്ക് കെയർ, സീ യു.